നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ജനസംഖ്യാനുപാതികമായി കേന്ദ്രവിഹിതം കേരളത്തിന് നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസന പ്രവർത്തനങ്ങൾക്ക് പണം കടമെടുക്കാനുള്ള അവകാശത്തിന് പോലും കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിക്കുന്നു. കേരളത്തിന് വികസനം വേണ്ട എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി. കോൺഗ്രസ് ബിജെപിയുമായി നടത്തിയ അതിരില്ലാത്ത സന്ധികളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയത വേരുറപ്പിക്കാൻ കാരണമായതെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. ബിജെപിക്ക് നേതാക്കളെ സംഭാവന ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പണം കൊടുത്ത് സീറ്റ് വാങ്ങുന്നത് കോൺഗ്രസിൽ പുതുമയില്ലാതായെന്നും ജോൺ ബ്രിട്ടാസ്. പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. കരുനാഗപ്പള്ളിയിൽ ഭക്ഷണശാലകൾ പൂട്ടിത്തുടങ്ങി. ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ ചായയ്ക്കുൾപ്പെടെ വില വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷ അവസാനിച്ചു. ഏപ്രിൽ 16 മുതൽ മൂല്യനിർണ്ണയം ആരംഭിക്കും. മെയ് 2-ാം വാരം ഫലപ്രഖ്യാപനം. വിശദമായ വാർത്തകളിലേക്ക്. ജനസംഖ്യാനുപാതികമായി കേന്ദ്രവിഹിതം കേരളത്തിന് നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചവറയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനങ്ങൾക്ക് പണം കടമെടുക്കാനുള്ള അവകാശത്തിന് പോലും കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. കേരളത്തിന് വികസനം വേണ്ട എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ജനസംഖ്യാനുപാതികമായി കേന്ദ്രവിഹിതം കേരളത്തിന് നൽകുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചവറ ഇടപ്പള്ളിക്കോട്ടയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ വികസനത്തിനാവശ്യമായ പണം കടമെടുക്കാനുള്ള അവകാശത്തിന് പോലും കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിക്കുകയാണ്. കേരളത്തിന് വികസനം വേണ്ടെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. മതനിരപേക്ഷതയുടെ വിളനിലമാണ് കേരളം. അതുകൊണ്ടുതന്നെ ഇവിടെ വർഗീയ ശക്തികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. സംസ്ഥാനം നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണെന്നും നമ്മുടെ കൺമുന്നിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് കേരളം കടന്നിരിക്കുക. ഈ തെരഞ്ഞെടുപ്പില് ജനങ്ങൾ നൽകിയ വിധി അത് ശരിയായോ എന്നാണ് സ്വാഭാവികമായി പരിശോധിക്കുക. കഴിഞ്ഞ വിധി ഒരു കേവലം സാധാരണഗതിയിൽ കണക്കൂട്ടാവുന്ന ഒന്നല്ല. കേരളത്തിൻ്റെ ദീർഘകാല ചരിത്രം അത് തിരുത്തുന്ന വിധിയായിരുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിൽ വരും. ഇതായിരുന്നു കേരളത്തിൻ്റെ പതിവ്. അതാണ് ജനങ്ങൾ തിരുത്തിയത്. ആ തിരുത്തൽ ജനങ്ങളുടെ സ്വന്തം അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. നമ്മുടെ കേരളം 2 മുന്നണികളാണല്ലോ പ്രധാനമായും ഉണ്ടായിരുന്നത്. അതിൽ ജനങ്ങളുടെ അനുഭവത്തിൽ LDF ഭരിക്കുന്ന ഘട്ടത്തിൽ നാടിന് വികസനം ഉണ്ടാകുന്നു, മുന്നേറ്റം ഉണ്ടാകുന്നു, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, എല്ലാം ശുഭമായി നടക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു, UDF അധികാരത്തിൽ വരും. കേരളം എവിടെ വരെയാണോ വികസിച്ചെത്തിയത് അവിടെ നിർത്തുന്നു. അതിന് തുടർച്ചയുണ്ടാകുന്നില്ല. ചിലതെല്ലാം തകർത്ത് കളയുന്നു, ചിലത് ഉപേക്ഷിക്കുന്നു, ചിലത് സ്തംഭിക്കുന്നു. ചുരുക്കത്തിൽ ഒന്നിനും തുടർച്ചയില്ല. നാട് വലിയ തോതിൽ പുറകോട്ട് പോകും. ഐ ശിഹാബ് അധ്യക്ഷത വഹിച്ചു. പുത്തലത്ത് ദിനേശൻ, എസ് സുദേവൻ, കെ വരദരാജൻ, ഡോക്ടർ PK ഗോപൻ, സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള, രാജമ്മ ഭാസ്കരൻ, സൈനുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, G മുരളീധരൻ, R രവീന്ദ്രൻ, ഫാസിൽ, സിനിൽ, ചവറ ഷാ, സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കേരളത്തിന് വേണ്ടി യാതൊരു സഹായവും ചെയ്യാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് CPIM നേതാവ് ബൃന്ദ കാരാട്ട്. കോവിഡ് കാലത്തോ നിപ്പ കാലത്തോ വയനാട് ദുരന്ത കാലത്തോ ഒരു സഹായവും നൽകിയിട്ടില്ല. ഈ വേലിക്കെട്ടുകളെല്ലാം തകർത്താണ് കേരളം മുന്നേറിയതെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥി MS അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാരുമൂട്ടിൽ സംഘടിപ്പിച്ച വനിതാ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥി MS അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ചാരിമൂട്ടിൽ വനിതാ റാലി സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ ദുരിതകാലത്തൊന്നും മോദി സർക്കാർ ഒരു സഹായവും ചെയ്തില്ലെന്ന്
വനിതാ റാലി ഉദ്ഘാടനം ചെയ്ത CPIM നേതാവ് ബൃന്ദ കാരാട്ട് പറഞ്ഞു. നിപ്പയും കോവിഡുമെല്ലാം വന്നുപോയപ്പോഴും വയനാട്ടിലെ ദുരന്തകാലത്തും ഒരു സഹായവുമായി മോദി സർക്കാർ മുന്നോട്ട് വന്നില്ല. ഈ സമയത്തെല്ലാം കേരള ജനത ഒറ്റക്കെട്ടായാണ് പോരാടിയതെന്നും ആ പോരാട്ടമാണ് കേരളത്തെ മുന്നോട്ട് നയിച്ചതെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം കേന്ദ്രത്തിലെ മോദി ഗവൺമെന്റ് നടപ്പാക്കിയ എല്ലാവിധ സാമ്പത്തിക ഉപരോധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇവിടെ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് വളരെ ഹൃദ്യമായിട്ടുള്ള ഒന്നാണ്. During Nipah, during COVID, during the floods, even during the Wayanad landslide, the Modi government did nothing for Kerala. കഴിഞ്ഞ നിപ്പ സമയത്ത്, കോവിഡ് സമയത്ത്, മഹാപ്രളയ സമയത്ത്, ഏറ്റവും അവസാനം വയനാട്ടിലെ ചൂരൽമല ദുരന്ത സമയത്ത് ഈ മോദിയുടെ ഗവൺമെന്റ് നമുക്കൊരു സഹായവും ചെയ്തു തന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. But despite that barrier, that blockade, the barricade, you, the people of Kerala, and your strong support to the LDF, broke all the barricades and established new records of development for Kerala. M. മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. K. രാഘവൻ, അഡ്വക്കേറ്റ് CS സുജാത, സ്ഥാനാർത്ഥി MS അരുൺകുമാർ, C. രാജമ്മ, D. രോഹിണി, N. രവീന്ദ്രൻ, V. ഗീത, B. ബിനു, G. ഹരിശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കുന്നത്തൂർ തൊളിക്കലേലായിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ട തോട് ശുചീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കി. വർഷങ്ങളായി നീരൊഴുക്ക് തടസ്സപ്പെട്ട തോടാണ് വൃത്തിയാക്കിയത്. മുതുപിലാക്കാട് തുരുത്തിക്കര പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഞങ്ങൾ 3-4 കർഷകർ കൂട്ടായെടുത്ത ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ തുടങ്ങിയ തോട് തെളിക്കൽ അതിഗംഭീരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന് പഞ്ചായത്തിൻ്റെ കാസർഗോഡ് പഞ്ചായത്തിന് 10,000 രൂപ സംഭാവന കിട്ടിയിട്ടുള്ളൂ. കുന്നത്തൂർ പഞ്ചായത്തിന് യാതൊരു സഹകരണം കിട്ടിയിട്ടില്ല. പിന്നെ ശാസ്താംകോട്ട AD പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. നമ്മളെ ഇത് വർക്ക് കാണാനായിട്ട് 3 പ്രാവശ്യം വന്നു. ഞങ്ങൾക്ക് അടുത്ത വർഷം നല്ലൊരു പ്രോജക്റ്റ് തയ്യാറാക്കി ഞങ്ങളുടെ ഈ ദുരിതങ്ങൾ കണ്ട് അടുത്ത വർഷം നല്ലൊരു പ്രോജക്റ്റ് തയ്യാറാക്കി തോട് തെളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരാമെന്ന് നമ്മുടെ ബ്ലോക്ക് AD സമ്മതിച്ചിട്ടുണ്ട്. വർഷങ്ങളായി നീരൊഴുക്ക് തടസ്സപ്പെട്ട കുന്നത്തൂർ താലൂക്കിലെ തൊളിക്കലേലായിലെ നീരൊഴുക്ക് തോടാണ് നവീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കിയത്. മുതുവിലാക്കാട് തുരുത്തിക്കര പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഈ ചാനൽ തന്നെ വന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഒടിയിലെ ഈ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള ശല്യം പുറംലോകം അറിഞ്ഞത്. അതായത് പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതെല്ലാം ഈ ചാനലിൻ്റെ ഒരു വാർത്താ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇവിടെ ഒരാൾ പോയി വെള്ളം കിടന്ന ഈ തോട് ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുട്ടും ചുവ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാക്കിയെടുത്ത് ഇത് 10 ദിവസത്തോളമുള്ള പണിയിൽ ഒരു ദിവസം 15,000 രൂപ വീതം കൂലി കൊടുത്ത് ഞങ്ങൾ ചെയ്യിച്ചത്. ഇവിടുത്തെ കർഷകരെല്ലാം 3,000, 5,000 അതേപോലെ മറ്റ് സുഹൃത്തുക്കൾ ഞങ്ങളെ സഹായിച്ചവർ ഇവരെല്ലാവരും കൂടെ കൂടിയാണ് ഇത് തന്നത്. അതേസമയം 2 പഞ്ചായത്തോ അടിയന്തര ഫണ്ടായിട്ട് 10,000 രൂപ വീതം തരാമെന്ന് പറഞ്ഞു. അതിൽ ശാസ്താംകോട്ട പഞ്ചായത്ത് 10,000 താഴ്ത്തുന്നു. കുന്നത്തൂർ പഞ്ചായത്ത് ഇപ്പോൾ ഇലക്ഷൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ കഴിയും എന്നിട്ട് തരാനൊക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ അവരെ ഞങ്ങൾ നാളെയും കയറി കാണും. പക്ഷേ ഇപ്പം ഞങ്ങളിത് ഇങ്ങനെ തെളിച്ചു. അടുത്ത ഇത് മുതൽ അതാത് വർഷാവർഷം ഈ വേനൽമഴയ്ക്ക് മുമ്പായിട്ട് ഈ തോട് തെളിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കർഷകർ അതിൻ്റേതായ രീതിയിലുള്ള ഒരു സമരമാർഗത്തിൽ കൂടെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഇനി ഞങ്ങൾ തയ്യാറാവും. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക ഫണ്ടായ 10,000 രൂപയും ബാക്കി തുക കർഷകർ ശേഖരിച്ചും 1,60,000-ഓളം രൂപ വിനിയോഗിച്ചാണ് തോട് വൃത്തിയാക്കിയത്. കർഷകരായ രവീന്ദ്രൻപിള്ള, ജയകൃഷ്ണൻ, സജീവൻ, രാധാകൃഷ്ണൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഇതേ ചാനലിൽ തന്നെ നമ്മുടെ ഈ തോടിൻ്റെ അവസ്ഥയുടെ കാര്യം പറഞ്ഞ് വീഡിയോ എടുത്തു. അതിനുശേഷം ഞങ്ങളുടെ കർഷകരെല്ലാം കൂടെ കൂട്ടായി ചേർന്ന് പിരിവിട്ട് കർഷകരും നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഗൾഫിലുള്ളവരും എല്ലാവരുടെ സഹായത്തോടു കൂടി ഞങ്ങളിത് ഈ രീതിയിൽ ഭംഗിയായിട്ട് തെളിച്ച് ഇപ്പോൾ വെള്ളത്തിന് യാതൊരു തടസ്സവും കൂടാതെ ഒഴുകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ 4 ദിവസത്തേക്കുള്ള ഒരു പണിയാണ് ഉദ്ദേശിച്ചതെങ്കിലും ഏകദേശം 10 ദിവസത്തോളം എടുത്തു നമുക്ക് ഇത്രയും ഭാഗം ക്ലീനാക്കാൻ. നമ്മൾ ഇവിടുന്ന് മേളിലോട്ട് ഒരു 1.5 കിലോമീറ്ററോളം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ പഞ്ചായത്തിൻ്റെ ഒരു 10,000 രൂപ ശാസ്താംകോട്ട പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അനുവദിച്ചു. 1,50,000 രൂപയ്ക്കകത്തുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഇത്രയും ആളുകൾ ചേർന്ന് ഇത് നടപ്പിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കോൺഗ്രസ് BJPയുമായി നടത്തിയ അതിരില്ലാത്ത സന്ധികളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയത വേരുറപ്പിക്കാൻ കാരണമായതെന്ന് ജോൺ ബ്രിട്ടാസ് MP. BJPക്ക് നേതാക്കളെ സംഭാവന ചെയ്യുകയാണ് കോൺഗ്രസ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി.
പണം കൊടുത്ത് സീറ്റ് വാങ്ങുന്നത് കോൺഗ്രസിൽ പുതുമയില്ലാതായെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ വോട്ടും വാക്കും സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ്. കേരളത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസന വഴിത്താര, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ ക്ഷേമ പെൻഷൻ വിതരണം എന്നിവയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനാകാത്ത മതസൗഹാർദ്ദം, ഐക്യദാർഢ്യം, മതമൈത്രി എന്നിവ നിലനിർത്താനും പരിപോഷിപ്പിക്കാനും LDF വിജയം അനിവാര്യമാണ്. ഇന്ത്യയിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു സംസ്ഥാനത്തെ ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ തലത്തിലേക്ക് മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ജ്വാലകൾ കേരളത്തിൽ കത്തിക്കാനാണ് ശ്രമം. ഇടതുപക്ഷം സർഗാത്മകവും ക്രിയാത്മകവുമായ ദൗത്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേരള വികസനത്തെ എതിർക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ എതിരാളികൾക്കുള്ളതെന്നും കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പിന്നോക്കക്കാര്, ദളിതര്, ന്യൂനപക്ഷങ്ങള് ഇവർക്കൊന്നും തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ കേരളത്തിലേക്ക് പറിച്ചു നടാനാണോ അവർ കേരളത്തെ മാറ്റുമെന്ന് കൊണ്ട് അവർ ഉദ്ദേശിക്കും. ഇനി UDFന്റെ ഒരു നിലപാട്, UDFന്റെ നിലപാട് ഞാൻ പറയേണ്ടതില്ല. എന്താ കാരണം വെച്ചാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പരസ്യം, ആ പരസ്യം കറണ്ട് കട്ട്, ഇന്നു മുതൽ വൈദ്യുതി ഉണ്ടാവില്ല, സ്കൂളുകൾ അടക്കം, ആശുപത്രികളിൽ മരുന്നുണ്ടാവില്ല, റോഡുകൾ താറുമാറായി കിടക്കുന്നു. ആ പത്രം എടുത്ത ഏതൊരു മലയാളിയും, ശരാശരി മലയാളി, അത് UDF നേതാക്കൾ പോലും ആ പരസ്യം കണ്ട് ഞെട്ടി. എന്താ കാരണം? ഇതല്ലല്ലോ ഞങ്ങളുടെ പരിസരത്തുള്ള കേരളം. ഇപ്പം കേരളത്തില് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിന്റെ 10 വർഷത്തെ മാറ്റം, സമഗ്രമായിട്ടുള്ള ഒരു വികസനം, സമഗ്രമായിട്ടുള്ള ക്ഷേമം, സാഹോദര്യം. ഈ 3 പ്രധാനപ്പെട്ട പ്രതലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംവാദമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഭൗതികമായ മാറ്റങ്ങൾ ഏറെയുണ്ടായി. വിശ്വസിക്കാൻ കഴിയുന്ന, പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് LDF പറയാറുള്ളത്. പ്രത്യയശാസ്ത്രപരമായോ ആശയപരമായോ ഒരു സന്ധിക്കും പോകാത്ത ഉറച്ച നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്. വർഗീയ കലാപങ്ങളില്ലാത്ത ഭൂമിയായി കേരളത്തെ സംരക്ഷിക്കുന്നു. ജനങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ടു പോകും. കോൺഗ്രസ് സർക്കാരുകൾ BJPയുമായി സന്ധി ചെയ്താണ് PM ശ്രീ പദ്ധതിയുടെ പണം വാങ്ങിയത്. KC വേണുഗോപാലിന്റെ അനുഗ്രഹാശിസുകളോടെയായിരുന്നു ഇതെന്നും ബ്രിട്ടാസ് പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി S. സുദേവനും ജോൺ ബ്രിട്ടാസിനൊപ്പം പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പുനലൂർ ഗ്രൂപ്പ് സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. CPIM പുനലൂർ ഏരിയ സെക്രട്ടറി P. സജി ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പുനലൂർ ഗ്രൂപ്പ് സ്പെഷ്യൽ കൺവെൻഷനാണ് പുനലൂർ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ചത്. CPIM പുനലൂർ ഏരിയ സെക്രട്ടറി P. സജി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 65 ലക്ഷം പേർക്ക് ഒരു 2000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാനാണ് തീരുമാനിച്ചത്. അത് വോട്ടിന് വേണ്ടിയായിരുന്നില്ല. 2000 രൂപ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ 2000 ഉണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ 2 വീട്ടിലാകുമ്പോൾ 4000 രൂപ പെൻഷൻ കിട്ടുന്നു. കേരളത്തിൽ നിന്ന് ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ സർക്കാരിനെ വിവിധ വേദികളിൽ ആക്രമിക്കുന്നവരുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ഈ പാട്ട് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഇന്നലെയും പാടി തുടങ്ങിയിട്ടുണ്ട്. പോറ്റിയെ കയറ്റിയെ പറഞ്ഞ പോറ്റിയാണ്. ഇത് വെച്ചാണ് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ എന്നാ ഇറങ്ങിയിട്ടുണ്ട്, ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒക്കെ ഇറങ്ങിയുള്ള വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെങ്കിൽ കൂടി ഇറക്കുകയാണ്. എന്താണ് അതിന്റെ വസ്തുത എന്ന് നിങ്ങൾക്കറിയാം, നമുക്കറിയാം. പക്ഷെ നാട്ടുകാരുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുക, നമ്മൾ നല്ല കാര്യം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനെ മറച്ചു പിടിക്കാൻ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷന്റെ കാര്യം പറഞ്ഞു. ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ 4000 രൂപ സർക്കാർ കൊടുക്കുകയാണ്. കേരളത്തിലെ വീട്ടമ്മമാർക്ക് ആദ്യമായി 1000 രൂപ സർക്കാർ കൊടുക്കുന്നത് വോട്ടിന് വേണ്ടിയല്ല. സ്ത്രീകൾ, ജോലിയില്ലാത്ത സ്ത്രീകൾ, മറ്റൊരു വരുമാനമില്ല ഇല്ലാത്ത സ്ത്രീകൾക്ക് ഒരു കൈത്താങ് എന്ന നിലയിലാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. കേരളത്തിലല്ലാതെ വേറെ എവിടെ? ചെറുപ്പക്കാർക്ക് ജോലി കിട്ടിയില്ല. 35 വയസ്സ് വരെ ഒരു ജോലിയും കിട്ടിയില്ല. 1000 രൂപ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. 2 പേർക്ക്, 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേർക്കും കൊടുക്കുകയാണ്. വിഷ്ണു ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. KS പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു. ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് SP പ്രജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ സംഘടനയുടെ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ കൺവെൻഷനുകൾ നടത്തുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഓർമ്മിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ 2022 6-ാം മാസം ഇറങ്ങിയ സ്പെഷ്യൽ റൂളാണ്. അപ്പോൾ ആ സ്പെഷ്യൽ റൂളിനാണ് അടിസ്ഥാന വർഗമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്ര ജീവനക്കാർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാറ്റഗറി ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചത്. ആ ലഭിച്ചതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ ക്ഷേത്ര ജീവനക്കാരൻ്റെ തസ്തിക മാറ്റവുമില്ല, അല്ലേ? അമ്പലങ്ങളിൽ
നാദസ്വരം, തകിൽ ലാവണങ്ങൾ, കിഴങ്ങൻ ലാവണങ്ങളിൽ ജോലി ചെയ്തവർക്കൊക്കെ അവരുടെ ചിരകാല സ്വപ്നമായ ചില പോസ്റ്റുകളിലോട്ട് തസ്തിക മാറ്റം ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ക്ഷേത്ര ജീവനക്കാർ എപ്പോഴും ആകുലപ്പെടുന്നതാണ് കുടുംബാംഗങ്ങളുടെ സുരക്ഷ. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് എൽ കൃഷ്ണകുമാർ സംഘടനാ സന്ദേശം നൽകി. സഹജീവനക്കാരുടെ ആവശ്യങ്ങൾക്കായി സംഘടന പ്രവർത്തനം നടത്തി വരുന്ന എനിക്ക് ഈ ഗ്രൂപ്പിൻ്റെതായ പ്രവർത്തനങ്ങളുടെയും ഈ ഗ്രൂപ്പിലെ അംഗങ്ങളും തരുന്ന നിസ്സീമമായ സഹകരണവും ആ അംഗീകാരവുമാണ് സംസ്ഥാന സമിതിയുടെ ജനറൽ സെക്രട്ടറിയായി അവരോധിക്കുവാനുണ്ടായത് എന്നുള്ളത് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. സാക്കളെ സ്പെഷ്യൽ കൺവെൻഷനുകൾ നെയ്യാറ്റിങ്കര മുതൽ പറവൂർ വരെ 21 ഗ്രൂപ്പുകളിലും ചേരുന്നതിന് തീരുമാനിക്കുകയും 21-ാം തീയതി കൊട്ടാരക്കര ഗ്രൂപ്പ് കമ്മിറ്റിയുടെ സ്പെഷ്യൽ കൺവെൻഷൻ ചേർന്നുകൊണ്ട് അതിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കൊട്ടാരക്കര ഗ്രൂപ്പ് കമ്മിറ്റിയുടെ മേഖലയായി വരുന്ന കൊട്ടാരക്കര, അടൂരിൻ്റെ കുറച്ച് ഭാഗം, പത്തനാപുരം എന്നീ മണ്ഡലങ്ങൾ ചേർന്നുള്ള കൺവെൻഷനായിരുന്നു ആദ്യം ചേർന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര. നമുക്ക് തിരിച്ചറിയേണ്ടുന്ന ഒരു പ്രവർത്തനം നടത്തേണ്ടുന്ന ഗ്രൂപ്പ് കമ്മിറ്റി കൂടിയാണ് കൊട്ടാരക്കര. എസ് വിനോദ് കുമാർ, മധു, അജി ആര്യങ്കാവ്, വിഷ്ണു എസ് സോമനക്കുട്ടൻ, അനിൽ ചന്ദ്രൻ, NS രഞ്ജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുനാഗപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ് തീരദേശത്ത് വോട്ട് തേടി. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. കരുനാഗപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചത്. അഴീക്കൽ ഹാർബറിൽ ആവേശകരമായ വരവേൽപ്പ് മത്സ്യത്തൊഴിലാളികൾ സ്ഥാനാർത്ഥിക്ക് നൽകി. സുനാമി സ്മൃതി മണ്ഡപത്തിൽ സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. അഴീക്കൽ മുതൽ വെള്ളനാതുർത്ത് വരെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. തീരദേശത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്നും വികസിത ആലപ്പാട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്നും VS ജിതിൻ ദേവ് പറഞ്ഞു. ഒരു ഓങ്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതിന് സാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ അഴീക്കലും ചെറിയ അഴീക്കലും ഒക്കെ ഉരുമുട്ടും അതേപോലെ തന്നെ കടൽ ഭിത്തിയുടെ നിർമ്മാണം ഒക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. ഇതൊന്നും സാധ്യമാക്കിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മളുടെ അനുവദിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആർട്സ് കോളേജ് എത്രയോ വർഷമായിട്ട് ഇപ്പോൾ വാടക കെട്ടിടത്തിലും നഴ്സറി സ്കൂളുകളിലും പ്രവർത്തിക്കുകയാണ്. ഇതിന് മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള ചില റോഡുകൾക്കപ്പുറത്ത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിനെല്ലാം മാറ്റമുണ്ടാവണം. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടെ, മോദി സർക്കാരിൻ്റെ പിന്തുണയോടെ നമുക്ക് കരുനാഗപ്പള്ളിയെ ഒരു വികസിത കരുനാഗപ്പള്ളിയാക്കി മാറ്റാൻ സാധിക്കണം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ സാധിക്കത്തുള്ളൂ. ഇന്ന് കരുനാഗപ്പള്ളിയിൽ ആകെ കാണാൻ സാധിക്കുന്ന വികസനം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുടെ വികസനം മാത്രമാണ്. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ടും നരേന്ദ്രമോദി സർക്കാർ ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന വികസന കാഴ്ചപ്പാട് കൊണ്ടുണ്ടായിരുന്നു. നോക്കൂ, നമ്മുടെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനും ഓച്ചിറ റെയിൽവേ സ്റ്റേഷനും എന്തൊരു ദുരവസ്ഥയാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് നേടിയെടുക്കുവാൻ പോലും ഇവിടെ നിന്ന് പോയിട്ടുള്ള MLAക്കോ MPക്കോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ട് കരുനാഗപ്പള്ളിയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിരമായ വികസനം ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാനാണ് BJP ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നുള്ളതാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. കരുനാഗപ്പള്ളിയിൽ ഭക്ഷണശാലകൾ പൂട്ടിത്തുടങ്ങി. പാചകവാതക ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ ചായക്കുൾപ്പെടെ വില വർദ്ധിപ്പിച്ചു. ജോലി ഇല്ലാതായതോടെ ഇതര സംസ്ഥാന തൊഴിലാളികളും നാട്ടിലേക്ക് മടങ്ങുന്ന സ്ഥിതിയാണ്. പാചകവാതക ക്ഷാമത്തെ തുടർന്നാണ് കരുനാഗപ്പള്ളിയിൽ ഉൾപ്പെടെ ഭക്ഷണശാലകൾ പൂട്ടിത്തുടങ്ങിയത്. ക്ഷാമത്തിന്റെ മറവിൽ ആഹാര സാധനങ്ങൾക്ക് വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി ടൗണിലെ മിക്ക കടകളിലും ചായയുടെ വില 10 നിന്നും 15 രൂപയായി വർദ്ധിപ്പിച്ചു. പൊറോട്ടയുടെ വില 10 നിന്നും 13 രൂപയായി മാറിയിട്ടുണ്ട്. കറികൾക്ക് 10 രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ സാധാരണക്കാരന്റെ കീശ കീറുന്ന സ്ഥിതിയാണ് കരുനാഗപ്പള്ളിയിൽ. വിലക്കയറ്റത്തിനൊപ്പം തന്നെ തദ്ദേശീയരും ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി പേർക്ക് തൊഴിലും നഷ്ടമാകുന്ന സാഹചര്യമാണ്. യുദ്ധം തുടങ്ങിയതോടെ വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായതാണ് തട്ടുകടകളും ഹോട്ടലുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പൂട്ടാൻ കാരണമായത്.
ക്ഷാമമേറെ ബാധിച്ചത് ചെറിയ കടകളെയാണ്. സന്ധ്യ കഴിഞ്ഞാൽ സജീവമായിരുന്ന തട്ടുകടകൾ ഒരെണ്ണം പോലും നിലവിൽ പ്രവർത്തിക്കാത്ത സ്ഥിതിയാണ്. കടയിലും എല്ലാം പ്രതിസന്ധിയാണ്. ഗ്യാസ് കിട്ടാൻ ഒരു മാർഗവുമില്ല. അവിടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ കടക്കാർക്ക് കൊടുക്കുന്നില്ല, ഹോസ്പിറ്റലിനൊക്കെ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മിക്ക കടകളും അവധിയാണ്. സ്റ്റാഫുമാരെല്ലാം അവധിയാണ് പോയി. പിന്നെ ഞങ്ങളിങ്ങനെ അറുക്കപ്പൊടിയും വിറവും ഒക്കെ മേടിച്ച് കുറ്റി നിറച്ച് ഇപ്പോൾ കത്തിക്കുക. അതിന് ഇപ്പോൾ വില കൂടുതൽ. 50 രൂപ ഉള്ളത് 80 രൂപ ആയി. അറുക്കപ്പൊടിക്ക് വിറവിന് 10 രൂപ ആയി. അതും വലിയ ബുദ്ധിമുട്ടാണ്. ഇനി അതും കിട്ടാൻ പാടാം. ചില കച്ചവടക്കാർ മണ്ണെണ്ണ സ്റ്റൗവിലേക്കും അറക്കപ്പൊടി നിറയ്ക്കുന്ന കുറ്റിയടുപ്പിലേക്കും വിറകടുപ്പിലേക്കും മാറിയിട്ടുണ്ട്. എന്നാൽ സാഹചര്യം മുതലെടുത്ത് ഇവയ്ക്ക് അമിത വില ഈടാക്കുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. മണ്ണെണ്ണ സ്റ്റൗവും ഇൻഡക്ഷൻ കുക്കറും കടകളിൽ സ്റ്റോക്ക് തീർന്ന സ്ഥിതിയിലാണ്. വരും ദിവസങ്ങളിലും കട തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ മിക്ക കച്ചവടക്കാർക്കും ഇല്ല. ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി. തൊഴിൽ നഷ്ടം ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. LDYFന്റെ നേതൃത്വത്തിൽ യൂത്ത് റാലിയും കൺവെൻഷനും നടത്തി. LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത്ത് വിജയൻ പിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചവറയിലാണ് റാലിയും കൺവെൻഷനും നടത്തിയത്. ചവറ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത്ത് വിജയൻ പിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് LDYFന്റെ നേതൃത്വത്തിൽ യുവജന റാലിയും കൺവെൻഷനും സംഘടിപ്പിച്ചത്. മുഖംമൂടിമുക്കിലായിരുന്നു പരിപാടി നടത്തിയത്. CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് MP, ആദർശം സജി, അഡ്വക്കേറ്റ് വിനീത വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ മടിയിലിരിക്കുന്ന കളവുകളെല്ലാം പുറത്തേക്ക് ഒന്നുമായി വന്നുകൊണ്ടിരിക്കുക. ഏതാനും ദിവസം മുമ്പ് ഇന്ത്യയിലെ 2-3 സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്താ സംഭവിച്ചെന്ന് അറിയോ? ബീഹാറിലെ 3 കോൺഗ്രസ് MLA-മാര് BJP പക്ഷത്തേക്ക് പോയി. ഹരിയാനയിൽ 5 പേര് കൂടി, ഒറീസയിൽ 3 പേര്. അങ്ങനെ 11 കോൺഗ്രസ് MLA-മാര് കൂറുമാറി BJP വോട്ട് ചെയ്തതിന്റെ ഫലമായി BJPക്ക് രാജ്യസഭയിൽ 2 MP-മാരെ അധികം ലഭിച്ചു. പത്രത്തിൽ വായിച്ച 2 MP-മാരെ അധികം. ഇപ്പൊ നമ്മുടെ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയിട്ട് ആരെ കണ്ടത്? രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കണ്ടു. കെ സുധാകരൻ കണ്ട ചിത്രം കൊടുത്തിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ദിവസവും പറയും ഞാനിപ്പോൾ കോൺഗ്രസ് തന്നെ. എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ തരാമെന്ന് പറഞ്ഞതുണ്ട്. കരിമൂന്ന് നോക്കട്ടെ എന്ന്. ഭീഷണിയാണോ? അടങ്ങോ? ന്യൂസ് ബ്യൂറോ, ചവറ. സംസ്ഥാനത്ത് SSLC പരീക്ഷ അവസാനിച്ചു. ഏപ്രിൽ 16 മുതൽ മൂല്യനിർണ്ണയം ആരംഭിക്കും. മെയ് 2-ാം വാരം ഫലപ്രഖ്യാപനമുണ്ടാകും. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ അവസാനിച്ചു. മാർച്ച് 5-ന് ആരംഭിച്ച പരീക്ഷാ സീസണാണ് സമാപനമായത്. പരീക്ഷകൾ പൂർത്തിയായതോടെ അടുത്ത ഘട്ടമായ മൂല്യനിർണ്ണയത്തിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കും. ഏപ്രിൽ 16 മുതൽ പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം ആരംഭിക്കാനാണ് നിലവിലെ തീരുമാനം. എന്നാൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന തീയതിയിൽ നിന്നും ഫലപ്രഖ്യാപനം അല്പം വൈകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. മെയ് ആദ്യവാരമാണ് ഫലപ്രഖ്യാപനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് നടപടികളും മറ്റ് സാങ്കേതിക കാരണങ്ങളും മൂലം മെയ് 2-ാം വാരത്തിലേക്ക് ഫലപ്രഖ്യാപനം നീളാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്. കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഹിളാരോം പരിപാടി സംഘടിപ്പിച്ചു. വള്ളിക്കാവിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി മണ്ഡലം UDF സ്ഥാനാർത്ഥി CR മഹേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് മഹിളാരവം പരിപാടി ഓച്ചിറ വള്ളിക്കാവിൽ സംഘടിപ്പിച്ചത്. മഹിളാ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് അൽക്കാലെമ്പ മഹിളാരവം ഉദ്ഘാടനം ചെയ്തു. സത്യം ലക്ഷ്യമതാകട്ടെ धर्मम वादय। मुद्दा है महिलाओं की शिक्षा का, मुद्दा है महिलाओं की सुरक्षा का, मुद्दा है महिलाओं को रोजगार देकर आर्थिक सशक्त करने का। നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ മഹിളകളുടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലായ്മ, അതേപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ സാഹചര്യം ഇല്ലാത്തൊരു സാഹചര്യം, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള ആശാവർക്കർമാരുടെ അംഗൻവാടി തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ कोई गरीब इलाज के बिना नहीं रहेगा, उसे इलाज की जरूरत है तो उसे इलाज देकर उसकी जिंदगी बचाने का काम यूडीएफ की सरकार करेगी और 25 लाख रुपए तक का स्वास्थ्य बीमा मुफ्त किया जाएगा सबका। പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും
ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ക്ലേശകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചികിത്സക്ക് വേണ്ടിയുള്ള ചിലവാണ്. പക്ഷേ UDF സർക്കാർ യാഥാർത്ഥ്യമാകുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മൾ നൽകും. UDF സ്ഥാനാർത്ഥി CR മഹേഷ് മുഖ്യപ്രസംഗം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ, ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BS വിനോദ, കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KA ജവാദ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ബിന്ദു ജയൻ, LK ശ്രീദേവി, R രാജശേഖരൻ, മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഫെബി സുദർശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മണ്ണേൽ നജീം, വരുൺ ആലപ്പാട്, സുനിത, KK സുനിൽകുമാർ, നീലികുളം സദാനന്ദൻ, ലീലാകൃഷ്ണൻ, MS ഷൗക്കത്ത്, ശ്രീകല ബിജു, ഷഹിയ റഷീദ, മായ, ലാലാരാജൻ, ഗീതാകുമാരി, മുബീന നാസിം, ചിന്നു, സാന്ദ്ര, അൻസാറെ മലബാർ, KM നൌഷാദ്, പത്മനാഭപിള്ള, ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ചവറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി KR രാജേഷ് നീണ്ടകരയിൽ പ്രചാരണം നടത്തി. പന്മന, പരിമണം എന്നിവിടങ്ങളിലും വോട്ടർമാരെ നേരിൽ കണ്ടു. 31-നാണ് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പര്യടനം തുടങ്ങുന്നത്. ചവറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി KR രാജേഷ് വിവിധ കേന്ദ്രങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് NDA സ്ഥാനാർത്ഥി KR രാജേഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണനേട്ടം പറഞ്ഞാണ് വോട്ട് തേടുന്നത്. കുടുംബസംഗമങ്ങളും കൺവെൻഷനുകളും നടന്നുവരുന്നു. പന്മന, പരിമണം, നീണ്ടകര തുടങ്ങി മണ്ഡലത്തിലെ പരമാവധി പ്രദേശങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കാണാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അല്പം താമസിച്ചാണ് പ്രചാരണം ആരംഭിച്ചതെങ്കിലും പ്രചാരണത്തിൽ മറ്റ് 2 മുന്നണികൾക്കൊപ്പം നിന്ന് വോട്ട് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് NDA സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. ജനങ്ങളെല്ലാം വലിയ ആവേശത്തോടു കൂടിയാണ് നമ്മൾ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവരുടെ സഹകരണം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, നല്ല പിന്തുണയാണ് ഉണ്ടാകുന്നത്. അവർക്കൊക്കെ ഈ മാറി മാറി ഈ നാടിനെ ഭരിച്ച 2 മുന്നണികളോടുള്ള അമർഷം അവർക്കുള്ളിലുണ്ട്. ആ അമർഷം പ്രതിഫലിപ്പിക്കുവാൻ, ഇല്ലെങ്കിൽ ആ 2 മുന്നണികൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധം NDAക്ക് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം ജനങ്ങൾ അത്തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KR രാജേഷിന്റെ സ്വീകരണ പര്യടനങ്ങൾ 31-ന് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ജനസംഖ്യാനുപാതികമായി കേന്ദ്രവിഹിതം കേരളത്തിന് നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസന പ്രവർത്തനങ്ങൾക്ക് പണം കടമെടുക്കാനുള്ള അവകാശത്തിന് പോലും കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിക്കുന്നു. കേരളത്തിന് വികസനം വേണ്ട എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി. കോൺഗ്രസ് BJPയുമായി നടത്തിയ അതിരില്ലാത്ത സന്ധികളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയത വേരുറപ്പിക്കാൻ കാരണമായതെന്ന് ജോൺ ബ്രിട്ടാസ് MP. BJPക്ക് നേതാക്കളെ സംഭാവന ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പണം കൊടുത്ത് സീറ്റ് വാങ്ങുന്നത് കോൺഗ്രസിൽ പുതുമയില്ലാതായെന്നും ജോൺ ബ്രിട്ടാസ്. പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. കരുനാഗപ്പള്ളിയിൽ ഭക്ഷണശാലകൾ പൂട്ടിത്തുടങ്ങി. ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ ചായയ്ക്കുൾപ്പെടെ വില വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷ അവസാനിച്ചു. ഏപ്രിൽ 16 മുതൽ മൂല്യനിർണ്ണയം ആരംഭിക്കും. മെയ് 2-ാം വാരം ഫലപ്രഖ്യാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.